ഭാഗത്ത് ചളി ഇരിക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് വെള്ളം ഇരിക്കുന്നുണ്ട്. ഈ വെള്ളം ചളിയോട് പറഞ്ഞു, നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്റെ ചളി മുഴുവൻ കഴുകിക്കളയാം. വെള്ളം പറഞ്ഞു, ഏയ് ഞാൻ വരുന്നില്ല, എൻ്റെ മേല് മുഴുവൻ ചളിയാണ്, ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നില്ല. വെള്ളം ചളിയോട് ചോദിച്ചു, നീ എൻ്റെ അടുത്തേക്ക് വരാതെ ഞാനില്ലാതെ എങ്ങനെയാണ് നിന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റാ? നിന്റെ മേലുള്ള ചളി എങ്ങനെയാണ് പൂർണ്ണമാവുക? ഞാനില്ലാതെ നിനക്കത് സാധ്യമാണോ? നമ്മൾ മനുഷ്യർ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടുന്നവരാ. മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിച്ചു പോകും, സ്വാഭാവികം. പക്ഷെ ഈ തെറ്റുകളിൽ നിന്ന് നമുക്കൊന്ന് മാറണം, അതിൽ നിന്നൊന്ന് ക്ലിയർ ആവണം എന്ന് നമ്മൾ ചിന്തിക്കാത്തിടത്തോളം കാലം നമുക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. Allah will not change the condition of people until they change themselves. നമുക്കൊരു മാറ്റം വേണമെന്ന് നമ്മൾ ചിന്തിക്കാത്തിടത്തോളം കാലം നമ്മളെ മാറ്റാൻ ദൈവം തയ്യാറാവില്ല എന്നുള്ളതല്ലേ. ഞാൻ എന്ന ചളി ഈ വെള്ളത്തിന്റെ അടുത്തേക്ക് പോയെങ്കിലാണ് എന്നെ മേലുള്ള ചളി പൂർണ്ണമായിട്ട് പോവുള്ളൂ. എൻ്റെ പാപങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് ഞാനൊന്നും മടങ്ങി ചെല്ലുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ നിന്നും പാപങ്ങൾ ദൈവം കഴുകിക്കളയുള്ളൂ. ഞാൻ പോവില്ല, എൻ്റെ മേൽ അഴുക്കാണെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാനിങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ആ വെള്ളം ഒരൊറ്റ വീശങ്ങ് വീശിട്ട് ആ ചളി അങ്ങ് ഇല്ലാതാക്കുന്നത് പോലെ, പൂർണ്ണമായിട്ട് ചളി അങ്ങ് പോകുന്നത് പോലെ നമ്മളൊരു പോക്കങ്ങ് പോകും. ത്തിലേക്ക് നിൽക്കുന്നതിന് പകരം നമ്മൾ എന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള പാപങ്ങളെ ഏറ്റുപറയാന്, തുറന്നു പറയാന്, ആ തെറ്റിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാന് നമുക്ക് സാധിക്കണം.